അല്ല ഇതാരും നിമ്മിയോ? വീട് തെറ്റി വന്നാണോ ഇയാള്? വീടൊന്നും തെറ്റിയിട്ടില്ല, ഞാൻ ഇങ്ങോട്ടായിട്ട് തന്നെ വന്നതാ. എന്നാത്തിന് മോളെ എന്നോട് ഈ വിളച്ചില്? അന്തോണിച്ചായൻ എന്നോട് എല്ലാം പറഞ്ഞു. എന്തു പറഞ്ഞു? മാമ്പള്ളി ചാക്കപ്പന്റെ മകൾ നിമ്മി പാറയിൽ പാപ്പുവിന്റെ മകൾ റീജയുടെ നാത്തൂനാകാൻ പോകുന്നു. ഒന്ന് പതുക്കെ പറ. എല്ലാരും കേക്കട്ടെ. ഈ കൊച്ചേതാടി മോളെ? അറിയില്ലേ, മാമ്പള്ളി ചാക്കപ്പന്റെ മകളാ നിമ്മി. കൊച്ചിന് ഞാൻ ആരാണെന്ന് അറിയാവോ? ഞാൻ ഇവിടെ അപ്പന്റെ പെങ്ങളാ, കുഞ്ഞുറോത. തളിപ്പറമ്പിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാ ഞാൻ. കൊച്ചു കേട്ട് കാണും, പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിട്ട് ഒറ്റ വോട്ടിന് ജയിച്ച കുഞ്ഞുറോത. എന്നാടി പെണ്ണെ നോക്കി നിൽക്കുന്നേ? ഇതിനെ വിളിച്ചോണ്ട് പോയി ചായ കാപ്പി കൊടുക്കടി. ഇച്ചായോ? ഇച്ചാനെ കാണാൻ ഒരു ഗസ്റ്റ് ഉണ്ട്. ഓ, ചാക്കപ്പന്റെ മോളായിരുന്നു. ആരെ കാണാൻ ആ കാലത്ത് ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇച്ചായോ? എന്നാടി എന്റെ മുന്നിൽ വെച്ച് എന്നാത്തിനാ രണ്ടുപേരും കൂടെ നാടൻ കളിക്കുന്നേ? ഞാൻ പോയി കാപ്പി എടുത്തോണ്ട് വരാം. ആ ദേ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു നിർത്തോണം. പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പുറത്തുണ്ട്. എന്താ നിമ്മി ചാക്കപ്പൻ പതിവില്ലാതെ ഇങ്ങോട്ടൊരു വരവ്? ഞാൻ വന്നത് എനിക്ക് അത്യാവശ്യമായിട്ട് അന്തോണിച്ചായനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. മറ്റുള്ളവനൂടെ തലയ്ക്ക് തീ പിടിച്ചു നിൽക്കുമ്പോഴാ നിനക്ക് കല്യാണക്കാര്യം. വീട്ടിൽ അപ്പച്ചൻ വേറെ ആലോചന തുടങ്ങിയിട്ടുണ്ട്, അതാ ഞാൻ പറഞ്ഞത്. എന്റെ ഇച്ചാച്ചൻ മരിച്ചിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ ഇച്ചാച്ചനെ കൊന്നവനെ വെട്ടിയരിഞ്ഞ് പെരുവഴി തൂളിയിട്ട് വേണ്ടി വന്നാൽ അതിനുള്ള ജീവപര്യന്ത ശിക്ഷ അനുഭവിച്ചിട്ട് എനിക്ക് അന്തോണിയായിട്ട് നിൽക്കാൻ കഴിയൂ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ. അതുവരെ കാത്തു നിൽക്കാമെങ്കിൽ മതി. അല്ലെങ്കിൽ കാത്തിരിക്കാം, കാത്തിരിക്കും പ്രാർത്ഥനയോടെ. നേരം നോക്കണം, നില നോക്കണം, എന്നെ നോക്കണം, നിന്നെ നോക്കണം. ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കൊത്ത കാര്യമാണെങ്കിൽ ഉടനെ വിവാഹം നടത്താൻ ഞങ്ങൾ ഒരുക്കമാ. അല്ലേ മോളമ്മേ? അവള് പഠിക്കുകയല്ലേ? ഓ, പഠിച്ചിട്ട് ഇപ്പൊ എന്നാ മലമറിക്കാനാ? പഠിപ്പ് കഴിയാനൊന്നും നോക്കണില്ല. നോക്കരുത്. പെൺകുട്ടികൾ എത്ര പഠിച്ചിട്ട് എന്നാത്തിനാ? ഇവരാരാ പാർട്ടിന്റെ വിചാരം? ഫോർവേഡ് ടീഷർട്ട് എക്സ്പോർട്ടേഷൻ കേട്ടുണ്ടോ? അത് ഇവരുടെയാ. ഒറ്റ മോനാ, നല്ല പഠിപ്പുണ്ട്. തോമാശ്ശേരിയുടെ ചാർച്ചയിൽപ്പെട്ട കുടുംബക്കാരുമാണ്. തോമാച്ചനാണേലും അവറാച്ചനാണേലും ഞങ്ങളുമായിട്ട് യോജിച്ചു വന്ന് കുടുംബക്കാരായിരിക്കണം. നിമ്മിയോടൊന്ന് ചോദിക്കണ്ടായോ? അതെന്നാത്തിനാ? അങ്ങനെ ഒരു കീഴ്വഴക്കം മാമ്പള്ളി കുടുംബത്തിലില്ല. ആദ്യം അവര് വന്ന് പെണ്ണിനെ കാണട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ഞങ്ങൾക്ക് നടത്തും, അത്ര തന്നെ. അതിന് നീ എന്തിനാ വിഷമിക്കുന്നേ? ചാക്കപ്പൻ അറിയില്ലല്ലോ നിന്റെ ഈ ആഗ്രഹം. അറിഞ്ഞാ പൊന്നു മനസ്സാലെ സമ്മതിക്കും. അന്തോണിങ്ങ് വരട്ടെ, അവനോടും കൂടെ ചോദിച്ചിട്ട് നിന്റെ വീട്ടിൽ വന്ന് വിവരം പറയാം. ആഹാ, ദേ ആളിങ്ങെത്തിയില്ലോ. എന്നാച്ചോ അത്യാവശ്യം പറഞ്ഞു? വാടാ, പറയാം. വാ. എന്നാ? നിമ്മിക്കൊരു കല്യാണാലോചന. അതിന് ഞാൻ എന്നാ വേണം? തലയും കുത്തി നിൽക്കും. കാര്യം പറയുമ്പോൾ അവന്റെ ഒരു സൈസ് വർത്തമാനം. ചാക്കപ്പന്റെ അടുത്ത് എന്ന് ഇവക്ക് നീയുമായിട്ടുള്ള ഇഷ്ടത്തെക്കുറിച്ച് പെങ്ങളെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കാം. പെങ്ങളെ മാത്രമല്ല, വേണമെങ്കിൽ നമ്മുടെ മുല്ലാക്കനും പറഞ്ഞു വെച്ചാ മതി. ചേട്ടായുടെ ആണ്ട് കഴിഞ്ഞാൽ പിടിച്ച് കെട്ടിച്ചേരുന്ന കാര്യവും ഞാൻ ഏറ്റു. അച്ഛൻ ഏറ്റല്ല? അച്ഛനേറ്റു. എങ്കിൽ തെണ്ടിത്തിരിഞ്ഞേക്കാതെ വീട്ടിൽ പോകാൻ നോക്കടി. മിടിച്ചു നിൽക്കാതെ വണ്ടി കയറാം. അവന്റെ ഒരു സ്നേഹം കണ്ടോ? നടക്കട്ടെ. അത് കൊള്ളാം. അച്ഛൻ ഫോണി വിളിച്ച് പ്രസിഡന്റ് പെങ്ങള് മൊല്ലാക്കയും കൂട്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി പാറയെ പാപ്പുവിന്റെ 90 അടി എന്തോ ക്ഷണിക്കാൻ വരുവാണെന്ന്. അല്ല, എന്റെ മോളെ കെട്ടാനുള്ള എന്ത് യോഗ്യതയാവനുള്ളത്? എങ്ങാണ്ട് വടക്കൻ മലയിൽ മലഞ്ചരക്കും ചുമന്നുകൊണ്ട് കിടന്നൊരു കവലച്ചട്ടമ്പിക്ക് പെണ്ണ് ചോദിച്ചു വരാൻ മാമ്പള്ളി തറവറ കണ്ടല്ലോ. നിന്റെ വീടാണെന്ന് ഓർക്കില്ലേ ഞാൻ? നിങ്ങളൊന്നും മിണ്ടാണ്ടിരി. അവൻ പറഞ്ഞത് കേട്ടില്ലേ? പിന്നെ ഞാൻ എന്നാ പറയണം? എന്റെ ഷാപ്പ് തല്ലി തകർത്തിട്ട് എന്നെ എന്റെ പിള്ളേർ നടുറോട്ടിലിട്ട് തല്ലുവന് ഞാൻ എന്റെ മോളെ കെട്ടിച്ചുറക്കണോ? കഴിഞ്ഞതൊക്കെ മറന്ന് നിങ്ങൾ രണ്ടു കൂട്ടരും ഒരു ഒത്തീർപ്പായതല്ലേ, പിന്നെ വീണ്ടും ഒരു കശവിഷയം ഉണ്ടാക്കണേ. തനിക്ക് എന്തോടെ ഇവിടെ കാര്യം? താനാണോ എന്റെ ബ്രോക്കർ? മോനെ, നിങ്ങളിൽ നിന്ന് ഇങ്ങനെയൊന്നുമല്ല നമ്മൾ കരുതിയത്. പിന്നെ വന്ന പാടെ 2 ഉരുള ഉരുട്ടി ഞാൻ വായിലേക്ക് വെച്ചായിരുന്നു വിചാരിച്ചോ? ചാക്കപ്പാ തല പറഞ്ഞു നീ എണ്ണ തേക്കല്ലേ, ഒടുവിൽ എണ്ണ തേക്കാൻ തലയില്ലാതെ പോകും. ഇറങ്ങി പോകുന്നേ പുറത്ത്. എന്ത് പുളിച്ച വർത്താനം പറയാനും നിങ്ങളുടെ നാക്കിന് നല്ല ബലാണ് ഞങ്ങൾക്കറിയാം. എന്റെ നാക്കിന്റെ ഊക്ക് നോക്കാൻ ഈ മാമ്പള്ളിക്കൊലയിൽ ഒരുത്തരും ജനിച്ചിട്ടില്ലടാ. തറവാട്ടി കയറി വന്നിട്ട് മാമ്പള്ളിക്കാരെ വെല്ലുവിളിക്കുന്നോട് ചെറ്റെ ഇറങ്ങി പട്ടി. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കും. നിന്റെ ഈ കോലത്ത് കയറി പൊറക്കാൻ വന്ന അച്ചിയല്ലടാ ഞാൻ. പാവല്ലാക്കാൻ കഷ്ടായി പോയിട്ട് മോനെ.
എടാ ചാക്കപ്പ, മാമ്പള്ളി തറവാടിന്റെ നടുവാൽക്ക് നിന്നാ ഞാൻ പറയുന്നത്. ഇന്നേക്ക് 3, 30, 90 ദിവസത്തിനകം നിന്റെ മോളെ ഞാൻ പൊക്കിയിരിക്കും. The most thrilling dialogue flown from the pen of Shakespeare for Mark Antony in Antony and Cleopatra. Antony, one of the tyrants of Roman Empire, has forgotten all about himself and his duties. The triple pillar of the world transformed into a big fall. Antony is now in the magic spell of Cleopatra, the Egyptian queen. From the burning heart of Antony comes these words of fervent love. ടീച്ചറെ ആ നിന്നെ ഒന്ന് വിട്ടുകിട്ടണം. മിസ്റ്റർ, നിങ്ങൾ ആരാ? എന്താ കാര്യം? ആരാണെന്ന് കാര്യം എന്താണെന്ന് ആ കുട്ടിക്കറിയാം. ഇങ്ങോട്ട് ഇറങ്ങി പാടി. വാ, വരട്ടെ മാഡം. ഇനിയും ഇതിൽ ഏതെങ്കിലും ആവശ്യമുള്ളപ്പോ വരാം. ബൈ, സീ യു. ഞാൻ എന്റെ പെണ്ണിനെയും കൊണ്ടാ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കെട്ട് നടത്തി തരണം. നീ എന്നതാ ഈ പറയുന്നേ? വിവാഹം എന്ന കൂദാശയ്ക്ക് അതിൻ്റെതായ ആചാരക്രമങ്ങളുണ്ട്. തിരുസഭയുടെ നിയമങ്ങൾ ലംഘിക്കാൻ ഒരു പുരോഹിതനും ആവില്ല. നീ പെട്ടെന്ന് ഇവളെയും വിളിച്ചുകൊണ്ട് വന്ന് കെട്ടിച്ചേരണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോനെ? എന്നാ വേണ്ട അച്ഛൻ. അച്ഛൻ കെട്ട് നടത്തി തരണ്ട. ഈ അൾത്താരയുടെ മുന്നിൽ വെച്ച് ഞങ്ങളുടെ മനസ്സുയോദ്യവും മോതിരമാറ്റവും നടത്തി തരണം. അച്ചോ, സ്നേഹിക്കുന്ന മനസ്സുകളെ ഒരുമിപ്പിക്കണമെന്നല്ലേ കർത്താവ് ഈശോ മിശിഹ പറഞ്ഞിരിക്കുന്നത്? അച്ഛൻ അതിനും സമ്മതമല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ പോയി നടത്തിക്കോളാം. പാടി നിൽക്ക്. അന്തോണി, നീ ശരിക്കും ആലോചിച്ച് തന്നെയാണോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അതെ അച്ചോ. നിമി, നീ സ്വമനസാലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നതാണോ ഇവന്റെ കൂടെ? അതെ അച്ചോ. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് കാര്യവും ഈശോയുടെ മുന്നിൽ പൂർണ്ണ മനസ്സോടെ ഏറ്റു പറയുന്നതാണല്ലോ. ആണച്ചോ. ഞങ്ങളുടെ വിവാഹം അച്ഛൻ ഉടനെ നടത്തി തന്നില്ലെങ്കിൽ അപ്പച്ചൻ മറ്റാരെ കൊണ്ടെങ്കിലും എന്നെ കെട്ടിക്കും. അങ്ങനെ ഉണ്ടായി ഞാൻ പിന്നെ. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ മനസ്സോദ്യവും മോതിരമാറ്റവും നടത്തിത്തരാം. പക്ഷേ വിവാഹം 4 ആൾ അറിയെ പരിശുദ്ധ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് വേണം നടത്താൻ. അതുവരെ നിമ്മിയുടെ വീട്ടിലായിരിക്കണം. അത് സമ്മതാണോ നിങ്ങൾക്ക് രണ്ടുപേർക്കും? സമ്മതമാണ്. എവിടെ പോയിരിക്കും? എടി നിമ്മി, നിന്റെ അപ്പൻ മലയിൽ യോഹന്നാൻ ചത്തു. നിന്റെ അപ്പനും ചത്തു. മാറി ഇങ്ങോട്ട് മാറി. നിമ്മേ, എന്നതാടാ കാര്യം? കാര്യം എന്താണെന്ന് അവളെ കൊണ്ടൊന്ന് പറയിപ്പിക്കാം. മാറി ഇവിടെ. നീ അന്തോനോട് കൂടെ പള്ളി പോയിരുന്നോ? നിന്നോടാ ചോദിച്ചത്. പറടി. എന്റെ കർത്താവേ, നീ എന്തിനാണ് അവന്റെ കൂടെ പള്ളിയിൽ പോയത്? ചോദിച്ചു കേട്ടില്ലേ? പറടി. നീ പറയാൻ എന്റെ എന്തോടിച്ചായിട്ട് മനസ്സ് ചോദ്യത്തിന്. ഞങ്ങളുടെയൊക്കെ മുഖത്ത് കരിവാരി തേച്ചിട്ട് അവന്റെ കൂടെ കഴിയാമെന്ന് ചോദിച്ചു. ഈ പഠിക്കാൻ തുടങ്ങിയാൽ വെട്ടി അരിഞ്ഞു കളയും ഞാൻ. ഓടിയാത്ത കരടി അച്ഛന് അഴമല കോടതി വെച്ച് ഉടുപ്പൂര് ചെണ്ട ഒട്ടിച്ചു വിടണം. എന്നിട്ട് മറ്റവന്റെ തളിപ്പറമ്പിലേക്ക് ഒരു വിലാപയാത്ര നടത്തണം. വിളിയടാ എത്രാണ്? ഹലോ, അരമനയല്ലേ? എന്താണോ പാറക്കര ഇതൊക്കെ? നാണമില്ലല്ലോ തനിക്ക്. തന്റെ നാണോ മാനം പോട്ടെ,
തിരുസഭയുടെ മാനവര് നോക്കണ്ടേ? എന്തൊക്കെ ഇല്ലപ്പില്ല ഇയാൾ അറിയപ്പെടുന്നത്? വഴിയച്ഛൻ, പോലീസ് അച്ഛൻ, ഷാപ്പച്ചൻ, വിധവകളുടെ അപ്പോസ്തോലൻ, പോരാത്തതിന് കരടിയച്ഛനെന്നും ചിലരൊക്കെ വിളിക്കും. നോക്കണ്ട, കോളേജിൽ പഠിച്ചുകൊണ്ട പെൺകുട്ടിയെ ഗുണ്ടായുസം കാണിച്ച് പിടിച്ചുകൊണ്ടുവന്ന് തിരുസഭയുടെ ചട്ടങ്ങൾക്ക് നിരക്കാത്ത വിധം മനസ്സയോദ്യവും മോതിരം മാറ്റവും നടത്തുക. ഫാദർ ഉർമീസ് പാറക്കാരൻ, താങ്കൾ ചാക്കപ്പന്റെ മകൾ നിമ്മിയുടെയും തന്റെ വരുവൻ അന്തോണിയുടെയും മനസ്സയോദ്യം നടത്തി മോതിരം മാറ്റിച്ചോ? ഉപപിതാവ്. ആരൊക്കെയാ സാക്ഷികൾ? കർത്താവ് വിശ്വമിശിഹായും ഞാനും. വേണ്ട, കർത്താവ് വിശ്വസിക്കുക ആവശ്യത്തിൽ കൂടുതൽ പീഡനങ്ങൾ സഹിച്ച ക്രൂശിക്കപ്പെട്ടത് അങ്ങയുടെ മെക്കിട്ട് കയറണ്ട. സാക്ഷിക്കാരും ഇല്ലായിരുന്നു എന്നത് ശരിയല്ലേ? അതല്ലേ അച്ചോ ഞാൻ പിതാവിനോട് പറഞ്ഞത്. ആ പെൺകുട്ടിയെ ഫാദർ ഉർമീസും മരുമകനും ചേർന്ന് ബലം പ്രയോഗിച്ചാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറയുന്നത് സത്യമാണ്. തനിക്കൊന്നും പറയാനില്ലേ? ഇതിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയോ എനിക്ക്? തിരുസഭ തരുന്ന ഏത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാലേ തിരുസഭയുടെ ശിക്ഷ കഴിഞ്ഞാലും വിടില്ല ഞാൻ. എന്റെ മോളെ പീഡിപ്പിച്ചതിന് ഉറുമിസ് പാറക്കാരനെയും മരുമോനെയും കോടതി കയറ്റും ഞാൻ. ഈ കരടി കത്തനാരെ കമ്പി എണ്ണിക്കും ഞങ്ങൾ പിതാവേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈ നിൽക്കുന്ന ഫാദർ ഉർമീസ് പാറേക്കാരനെ ശിക്ഷിക്കുന്നതിന് മുമ്പ് എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട്. ദയ തോന്നി തിരുമേനി എന്നെ അതിന് അനുവദിക്കണം. അന്തോണിക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ. ഈ നിൽക്കുന്ന കരടിയെ കൂട്ടിലടക്കി വന്ന് വീമ്പടിച്ചല്ലോ. അങ്ങേരുടെ കാതയെ കുരുത്തേക്കുന്ന രോമം പോലും പറിക്കുകയല്ല താനൊക്കെ. എടാ അന്തോണി, നീ മിണ്ടായിരിക്കെ. ഒന്ന് വെറുതെ ഇരിക്കച്ചോ. നിങ്ങളുടെ മോളെ ഞാൻ തള്ളിക്കൊണ്ടുപോയൊന്നുമല്ല. വിളിച്ചപ്പോ വെള്ളില കണ്ട ആട്ടുകുട്ടിയെ പോലെ ഇറങ്ങിപ്പോന്നതാ എന്റെ ഒപ്പം. ഇവൻ പറയുന്നത് പച്ച കള്ളവാച്ചോ? മനഃപൂർവ്വം പിടിച്ചിറക്കേണ്ടി പോയാ. ഉണ്ടായിരിക്കടാ അവിടെ. ആ, ഇതുപോലെ തക്ക സമയത്ത് പ്രതികരിക്കുന്നതുകൊണ്ടാ ഇദ്ദേഹത്തെ കരടിയച്ഛൻ എന്ന് വിളിക്കുന്നത്. മൂവാറ്റുപുഴ ആറിന്റെ കരയിൽ കന്യാസ്ത്രീകൾക്ക് ധ്യാനമന്ദിരം പണിതപ്പോ മെത്രാനച്ഛൻ അടക്കമുള്ള ശ്രേഷ്ഠന്മാർക്ക് ബെൻസയിലും ലാൻസറയിലും മലർന്നു കിടന്ന് അങ്ങോട്ടെത്താനായിട്ട് സഹപാഠിയായിരുന്ന മന്ത്രിയെ കണ്ട് കാലുപിടിച്ച് മുനിസിപ്പാലിറ്റി കെട്ടിടവും പൊളിച്ച് വഴിയുണ്ടാക്കിച്ചപ്പോ ഇദ്ദേഹം വഴിയച്ഛന് തിരുവസ്ത്ര ഊരി ഈ തോളിലേക്ക് ഇട്ട് തന്നേച്ച് ഒരു സുന്ദരി പെണ്ണിനെയും കൂട്ടി സുഖമായി ജീവിതം ആരംഭിച്ച ഒരു എക്സ് വൈദികൻ പെട്ടെന്നൊരു ദിവസം കർത്താവിൽ നിദ്ര പ്രാപിച്ചപ്പോ ജീവിതത്തിൽ ഒറ്റയ്ക്കായ ആ സുന്ദരിയെ നോക്കി നാട്ടിൽ ഒരുപാട് കുറുക്കന്മാർ വെള്ളം ഇറക്കാൻ തുടങ്ങി. സ്വന്തം വീട്ടിൽ നിന്ന് പണവും കൊണ്ടുവന്ന ആ വീടിന് അടച്ചുപൂട്ടുണ്ടാക്കി അവർക്ക് സംരക്ഷണം നൽകിയപ്പോ ഇദ്ദേഹം വിധവകളുടെ അപ്പോസ്തലനായി. തിരുസഭയുടെ മാനം പോയി പോലും. സർക്കാർ വക സിമന്റും കമ്പിയും മോഷിച്ചുകൊണ്ട് പോയ ചാക്കപ്പന്റെ ലോറിക്ക് അരമനയിലെ ഒരു പ്രധാനി എസ്കോർട്ട് പോയി. സ്ഥലവസായി വഴിതടഞ്ഞ് ഇറങ്ങണം മോനെ എന്ന് പറഞ്ഞപ്പോ കർത്താവീശോ മിശിഹായുടെ തൂങ്ങപ്പെട്ട രൂപം സ്വന്തം നെഞ്ചത്തുനിന്ന് പൊക്കിക്കാട്ടി പ്രധാന മേനിയാ താനെന്നും ഈ ചാക്കപ്പൻ മെത്രാനച്ഛന്റെ അളിയനാണെന്നും ഒക്കെ പറഞ്ഞപ്പോ എവിടെ പോയി തിരുമേനി തിരുസഭയുടെ മാനം? കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. നിമ്മി സമരശാല നിന്റെ കൂടെ ഇറങ്ങി വന്നാണെന്നുള്ളത് എന്തെങ്കിലും തെളിവുണ്ടോ? ഉണ്ടല്ലോ, അത് നിമ്മി എന്ന് പറയും. പറയില്ല, എന്റെ മോള് പറയില്ല. തന്റെ മോള് പറയും. നിമ്മി, മോളെ നിമ്മി, എന്താ ഇതൊക്കെ? അതെ പിതാവേ, ഞാൻ സോമനസാലെ അന്തോണിച്ചായന്റെ കൂടെ ഇറങ്ങിച്ചെന്നതാ. അതിന് സാക്ഷികളാ എന്റെ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും ടീച്ചറും. ആത്മഹത്യയെന്നും പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ചപ്പോഴാ അച്ഛൻ ഞങ്ങളുടെ മോതിരമാറ്റം നടത്തി തന്നത്. പാപ്പുവിന് പറ്റിയതുപോലെ നിന്റെ നെറ്റിക്കും ചുട്ടുകുത്തും. എന്റെ നെറ്റിക്ക് ചുട്ടികുത്താൻ നീ തോക്ക് ചൂണ്ടിയാൽ അത് പുള്ളിക്കായിരിക്കണം. നെല്ലിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ നിന്റെ ചേട്ടനെ കൊണ്ട് മാമ്പള്ളിക്കാരുടെ കുടുംബ കല്ലറ ഞാൻ തുറപ്പിക്കും. നിന്റെ അപ്പനപ്പാപ്പന്മാരുടെ നെഞ്ചത്തോട്ട് എടുത്തിട്ട് കൊടുക്കും നിന്റെ ശവം. എന്നിട്ട് ഈ കരടി അച്ഛനെ കൊണ്ട് അതിന്റെ മുകളില് ഒരു കുരിശും വരപ്പിച്ചു തരും.